ഒരു ചരിത്ര രഹസ്യം പറഞ്ഞു തരട്ടെ. ഒരു റിയൽ സ്റ്റോറി. ഇത് കേട്ട് നോക്കൂ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ജാർഖണ്ഡിലെ സന്താലി ആദിവാസി കുടുംബത്തിലെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? അല്ലെങ്കിൽ എത്ര പേർക്ക് അറിയാം? എന്നാൽ ഇതൊരു ഫാക്റ്റാണ്. നെഹ്റുവിന് അങ്ങനെ ഒരു ട്രൈബൽ വൈഫ് ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് ബുദ്നി മേജൻ. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം, നെഹ്റുവിന് ഈ വിവരം അറിയില്ലായിരുന്നു. ഇത് ബുദ്നി മേജന്റെ കഥയാണ്. ബുദ്നി മേജൻ ധൻബാദ് ജില്ലയിലെ, അന്നത്തെ ബീഹാർ ഇന്നത്തെ ജാർഖണ്ഡിലെ ഒരു സന്താലി ആദിവാസി കുടുംബത്തിലാണ് ജനിക്കുന്നത്. ചെറുതലി മുതലേ ദാമോദർ വാലി കോർപ്പറേഷൻ അതിന്റെ ഭാഗമായിട്ടുള്ള പഞ്ചായത്ത് ഡാമിലാണ് ഇവർ ജോലി ചെയ്ത് വന്നിരുന്നത്. മാസമൊക്കെ ഒരു 2 രൂപയൊക്കെയാണ് ഇവരുടെ വരുമാനം. പക്ഷെ നെഹ്റു ഇവിടെ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ഡാമിന്റെ ഇനോഗ്രേഷൻ 1959 ഡിസംബർ 6 ഡാമിന്റെ ഇനോഗ്രേഷൻ. അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഡാമിന് ഇനോഗ്രേഷന് ക്ഷണിച്ചു. ആ കൂട്ടത്തില് ആദിവാസി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ബുദ്നി മേജനെയാണ് ഇവർ സെലക്ട് ചെയ്തത്. അപ്പോൾ നെഹ്റുവിന്റെ സ്വാഗത പ്രസംഗം കഴിഞ്ഞു. ബുദ്നി മേജൻ സ്റ്റേജിലേക്ക് വന്നു. നെഹ്റു ബുദ്നി മേജനെ കൊണ്ടാണ് പവർ പ്ലാന്റ് സ്വിച്ച് ഓൺ ചെയ്യിപ്പിച്ചത്. അതിനുശേഷമാണ് ബുദ്നി മേജൻ നെഹ്റുവിനെ സ്വീകരിച്ചു. ഒരു ഹാരം നെഹ്റുവിന് അണിയിച്ചു. സന്തോഷം വന്നപ്പോൾ നെഹ്റു തിരിച്ചൊരു ഹാരം അണിയിച്ചു. പക്ഷെ സംഭവിച്ച എന്താന്ന് വെച്ചാൽ, പരിപാടി കഴിഞ്ഞ് നെഹ്റു തിരിച്ചുപോയി. ബുദ്നി മേജനെ ഗ്രാമത്തിൽ നിന്നും നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കി. കാരണം സന്താലി ട്രഡീഷൻ അനുസരിച്ചിട്ട് ഒരു അവിവാഹിതയായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു ആണിന് ഹാരമണിയിച്ചാൽ അവരുടെ വിവാഹം കഴിഞ്ഞു എന്നാണ്. അങ്ങനെ നെഹ്റു പോലും അറിയാതെ നെഹ്റുവിന്റെ വിവാഹം ബുദ്നി മേജനായിട്ട് കഴിഞ്ഞു. ബുദ്നി മേജന്റെ ഗ്രാമത്തിൽ വലിയ പ്രശ്നമായിരുന്നു. കാരണം നെഹ്റു ഒരു നോൺ സന്താലി കമ്മ്യൂണിറ്റിയിലുള്ള ആളായുണ്ട്. അവിടുത്തെ ഒരു യുവതി ഒരു നോൺ കമ്മ്യൂണിറ്റിയിലെ ആളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഗ്രാമത്തിൽ നിന്ന് തന്നെ പറഞ്ഞു വിടും. അവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ്ലി പറഞ്ഞു വിടുന്ന മാത്രമല്ല, ബന്ധുക്കളോട് മിണ്ടാൻ പാടില്ല, അവിടെ കഴിക്കാൻ പാടില്ല, അവിടുത്തെ കിണറിലെ വെള്ളം പോലും ഉപയോഗിക്കാൻ പാടില്ല. ഇനി നാട്ടിലേക്ക് തിരിച്ചു വരണമെങ്കിൽ വലിയ എമൗണ്ട് ഫൈൻ അടച്ചാൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ വർഷങ്ങൾ കഷ്ടപ്പാടും ദുരിതവുമായി ബുദ്നി ജീവിച്ചു. പിന്നീട് ഒരു സന്താലി യുവാവിനെ കല്യാണം കഴിച്ച ഒരു കുടുംബമൊക്കെ ആയി ജീവിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴും പട്ടിണിയും ദാരിദ്ര്യത്തിൽ തന്നെയാണ് ഇവർ ജീവിച്ചത്. വലിയൊരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നത് 1985 രാജീവ് ഗാന്ധി വന്ന സമയത്താണ്. ആരോ രാജീവ് ഗാന്ധിയോട് പറഞ്ഞു, നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിന്റെ കഴുത്തിൽ മാല ഇട്ടുകൊണ്ട് മാത്രം ഒരു സ്ത്രീയുടെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി വളരെ പ്രോംപ്റ്റ് ആയിട്ട് ഇടപെട്ട് ഇവർക്ക് ദാമോദർ വാലി കോർപ്പറേഷനിൽ തന്നെ ഒരു സ്കെയിൽ 4 ജോലിയും ഒരു ക്വാർട്ടേഴ്സും റെസിഡൻസും കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തു. ബുദ്നി മേജൻ 2023 82 വയസ്സിലാണ് മരിക്കുന്നത്. അതുവരെ ഇവര് നമ്മുടെ ഇടയിൽ തന്നെ ജീവിച്ചിരുന്നു. പക്ഷെ നമ്മൾ ആരും തന്നെ ഇവരെ അറിഞ്ഞിരുന്നില്ല. നെഹ്റുവിന്റെ കഴുത്തിൽ ഒരു മാല ഇട്ടു എന്നുള്ളൊരൊറ്റ കുറ്റം കൊണ്ട് ഒരു ജീവിതം മുഴുവൻ യാതന അനുഭവിക്കേണ്ടി വന്ന ഒരു സ്ത്രീയാണ് ബുദ്നി മേജൻ.